എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. 2024 ഈദ് വിഷു പ്രമാണിച്ച് പുറത്തിറങ്ങിയ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന് പറഞ്ഞ ചിത്രം ഞാൻ ഇന്നലെ തിയേറ്ററിൽ ചെന്ന് കണ്ടായിരുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ രംഗ അണ്ണൻ്റെ പെർഫോമൻസ് ചുമ്മാതല്ല റിവ്യൂസ് എല്ലാം പറഞ്ഞത്. കാരണം വെച്ചാൽ ഒരു റിവ്യൂവും കണ്ട് ഞാൻ അങ്ങനെ പോകണമെന്നല്ല, റിവ്യൂസൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഞാൻ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കാം. കാരണം വെച്ചാൽ രംഗൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ജിത്തു മാധവൻ ഭഗത്തിന് വേണ്ടി അറിഞ്ഞെഴുതി വെച്ചൊരു ക്യാരക്ടർ തന്നെയാണ്. കാരണം അയാൾക്ക് എങ്ങനെ മാക്സിമം ആ സിനിമയെ കടന്ന് വിളയാടാൻ പറ്റുമോ അതിൻ്റെ പീക്ക് ലെവൽ, എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രംഗൻ്റെ പെർഫോമൻസ് ഔട്ട് ഓഫ് സ്റ്റാൻഡിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എക്സ്ട്രീം സാധനം. കാരണം അത്രയ്ക്ക് ആ ക്യാരക്ടർ ഫഹദ് ഫാസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. റീ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഫഹദ് ഫാസിൽ ചെയ്ത ക്യാരക്ടറിൽ വെച്ച് ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഈ രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഗംഭീര സാധനം. നല്ല കോമഡി ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ട് സിനിമ മികച്ചത് തന്നെയാണ്. സിനിമയിൽ പിന്നെ 3 യൂട്യൂബേഴ്സ് ഉണ്ട്. ഒന്ന് ഹിപ്സ്റ്ററും, 2 ജിത്തും, പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ അവരെ പെർഫോമൻസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫഫ മാത്രമല്ല സ്കോർ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് സജിൻ ബ്രോ എന്ന് പറഞ്ഞ ചേട്ടൻ, സജിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, മറ്റേ രംഗണ്ണനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ചേട്ടൻ അങ്ങേരി സെറ്റ് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ രംഗണ്ണന് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാലും ഫഹദ് കൊണ്ടുപോയെങ്കിലും അയാളെ കാര്യം ആരും ഇങ്ങനെ എടുത്ത് പറയണത് ഞാൻ കേട്ടില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണമെങ്കിൽ സജിൻ ചേട്ടൻ കിട്ടിലോയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മളെ ഇതിനു മുമ്പ് രോമാഞ്ചം എന്ന സിനിമയിലെ സജി ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഓർമ്മയുണ്ടോ? അയാൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് അൻപൻ എന്തോ പറയുന്ന ക്യാരക്ടർ. എന്തോ പറയുന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് അൻപെന്ന് തന്നെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അന്ന് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ അങ്ങനെ ആ ക്യാരക്ടർ നീതി പുലർത്തുന്ന ഒരു കോമഡി ഗുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മാസിന് മാസം, കോമഡിക്കും കോമഡിയും ഫഹദിനോട് കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ അൻപെന്ന് പറയുന്ന ക്യാരക്ടറും. സജിൻ ചേട്ടൻ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് എവിടെ നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പം ഫഹദ് അങ്ങ് കൊണ്ടുപോയാണ്. ഫാസിൽ അടിച്ച് പൊളിച്ച ക്ലൈമാക്സൊക്കെ ചിരിച്ച് ഊപ്പാടുന്നു ഇഷ്ടം പോലെ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ മ്യൂസിക് തിയേറ്ററിൽ നിന്ന് പോയത് തന്നെ അറിഞ്ഞുകൂടാ. കാരണം പെട്ടെന്നായിട്ട് അങ്ങനെ പോയി. പിന്നെ ഈ സിനിമ ഞാൻ ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് പക്കയായിട്ട് ഫോക്കസ് ചെയ്യുന്ന യൂത്ത് ഓഡിയൻസിനാണ്. ഇതിൽ വെള്ളമടിയും ഇത് സിഗരറ്റ് വലിയത്ത് ഓവറായിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. കാരണം വെച്ചാൽ അത്യാവശ്യമായാൽ കുഴപ്പമില്ല, എപ്പോഴും വെള്ളമടി അങ്ങനെ. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ അതൊന്നും തലയിൽ ഇരിക്കില്ല. കാരണം വെച്ചാൽ അങ്ങ് പോവുകയാണ്. സിനിമയിൽ ലാഗ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് എനിക്ക് ലാഗ് അനുഭവപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കൂട്ടാണ് കിട്ടില്ല എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവൽ ബ്ലോക്കും പിന്നെ കോമഡി എല്ലാം സെറ്റ് ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. സെക്കൻഡ് ഹാഫിലെന്ന് പറയുമ്പോൾ ഫഹദ് നല്ല പീക്ക് ലെവലിൽ എക്സ്ട്രീമായിട്ട് ആറാടുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ആ രംഗൻ കത്തിയ കാരണം സൈക്കോപത്ത് ക്യാരക്ടറാണ് രംഗൻ എന്ന് പറയുന്നത്. പിന്നെ ആക്ഷൻസ് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എടാ മോനെ എന്ന് പറയണ ആ ഡയലോഗ് കേട്ടപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട സിനിമയാണ് ആവേശം. OTT വരുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ രോമാഞ്ചവും ആവേശം എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമകളാണ്. കാരണം തിയേറ്ററിൽ ഞാൻ നോക്കിയപ്പോൾ പൂരപ്പറമ്പ് ചിരിയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ആർപ്പുകളെയും കൈയെടുക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇവരുടെ ഒന്ന് കൈയടിച്ച് ചിരിക്കുന്നത്. പക്ഷെ നമുക്കൊണ്ട് ആ കോമഡി വർക്കൗട്ട് ആവണം. അത് എനിക്ക് നല്ല വൃത്തിയായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. ഒരു വിഷുവിന് ഒരു മാസ് സിനിമ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾ ഇതിന് ടിക്കറ്റ് എടുത്തു, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ യൂത്ത് ആണെങ്കിലും. പക്ഷേ ഫാമിലിക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും എൻ്റെ അമ്മയെ പോയായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ക്ലൈമാക്സ് എത്തിയപ്പം ഇഷ്ടപ്പെട്ടു. ഫഹദിൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ചിരിക്കുകയും ചെയ്ത് ആ ഇമോഷൻസും എല്ലാം കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നല്ല ഞാൻ ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ ഫാമിലി പടം കാണണമെങ്കിൽ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചെന്ന് തന്നെ കാണണം. കാരണം അതിൽ നല്ല വിനീത് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നിവിൻ്റെ അഴിഞ്ഞാട്ടമുണ്ട്, ധ്യാൻ ചേട്ടൻ, പിന്നെ ഇത് പ്രണവ് മോഹൻലാൽ, എല്ലാവരും അങ്ങനെ കിട്ടില്ലൊരു പോകുന്നുണ്ട്. അതും നല്ല റെസ്പോൺസ് കറക്റ്റാക്കിയ സിനിമയും കൂടെയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് പക്ക ഒരു മാസും പിന്നെ ഇത് പക്ക ഒരു ഫഹദിൻ്റെ പെർഫോമൻസ് ഉണ്ട്. മാസിനെ കാട്ടി ഫഹദിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഈ രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടറും ആവേശം എന്ന് പറയുന്ന അറിഞ്ഞിട്ട പേര് തന്നെ കേട്ടാ. ഈ എലുമിനാണ്ടി പാട്ടൊക്കെ വന്നപ്പോൾ കിട്ടില്ല, തിയേറ്ററൊക്കെ ഇരുന്ന് കൂളിങ്. ഞാൻ അതുപോലെ തന്നെ ഏരിയസ് പ്ലസ് എക്സല സിനിമാസിൽ OD1 ഞാൻ കയറിയത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തിയേറ്ററായിരുന്നു. ഗംഭീര തിയേറ്റർ തന്നെ, അതുപോലെ തന്നെ ആ ഗംഭീര സിനിമ. അപ്പോൾ എനിക്ക് നല്ല അധികം ഞാൻ ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ് തിയേറ്ററായാലും ഈ സിനിമയായാലും. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഈ വിഷുവൊക്കെ ഈ വെക്കേഷന് പിള്ളേരൊക്കെ നിൽക്കുമ്പം ഒരു മാസ് ആക്ഷൻ കാണണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കുഴപ്പമില്ല. നല്ല സിനിമ തന്നെയാണ്.
എൻ്റെ അഭിപ്രായത്തിൽ ചെറിയൊരു ലാഗ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയാം, ലാഗ് ഉണ്ട്. പക്ഷേ ഫഹദ് ഫാസിൽ ഒരു പരിധി വരെ ലാഗുള്ളൂ. ഫഹദ് ഫാസിൽ വരുമ്പം ആ ലാഗും താനെ മാഞ്ഞു പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ആവേശ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.